കോൺഗ്രസ് ഉടുപ്പടിക്കുന്നു ഒരു വശത്ത് എം പിമാരെല്ലാം താഴോട്ട് വരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ മുതൽ ഇങ്ങറ്റം വരെയുള്ള ശശി തരൂർ വരെയുള്ളവർ കേരളത്തിൽ മന്ത്രിയാവാനായിട്ടുള്ള ഉടുപ്പടിച്ചുകൊണ്ടിരിക്കുന്നു. ചിലർ കോട്ടാണ്, ചിലർ ജുബയാണ്, ചിലർ ഉടുപ്പാണ്. അതൊക്കെ അടിച്ചതിൻ്റെ ഇടയിലാണ് KPCC യോഗം ചേർന്നിട്ട് 4 കേരളത്തെ തിരിക്കുകയാണ്. പണ്ട് 3 നമ്മൾ തിരിച്ചത്, ഇടനാട്, മലനാട്, തീരപ്രദേശം. ഇതിപ്പോൾ 4 തിരിക്കുകയാണ്. 4 തിരിക്കുമ്പോൾ അതിലൊന്ന് ഒരു സാഹചര്യത്തിലും കോൺഗ്രസ് ജയിക്കാത്ത സ്ഥലങ്ങൾ, കണ്ണൂർ, അതുപോലെ തന്നെ മറ്റ് ചില ജില്ലകൾ, തൃശ്ശൂരിലെ ചില മണ്ഡലങ്ങൾ, ഭാവനപുരമൊക്കെ അതിൽ വരും. ഒരു കാരണവശാലും കോൺഗ്രസ് ജയിക്കുന്ന പ്രശ്നമില്ല. പരമ്പരാഗതമായി കാറ്റ് വന്നാലും, കൊടുങ്കാറ്റ് വന്നാലും, പേമാരി വന്നാലും, ഉരുൾപൊട്ടൽ വന്നാലും, വെള്ളപ്പൊക്കം വന്നാലും, പ്രളയം വന്നാലും അരിവാൾ ജയിക്കുന്ന സ്ഥലം. അവിടെ പിന്നെ വേറെ ഒരു ന്യായവുമില്ല. അവിടെ അതിൻ്റെ ഒരു ലിസ്റ്റ്. രണ്ടാമത്, നമ്മൾ ശ്രമിച്ചാൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന, 2ാം സ്ഥാനത്ത് വരാൻ കഴിയുന്ന ഒരു ലിസ്റ്റ്. അതുകൊണ്ടല്ലോ വളരെ ശ്രമിച്ചു കഴിഞ്ഞാൽ 1ാം സ്ഥാനത്ത് പറ്റത്തില്ല, 2ാം സ്ഥാനത്ത് വരാം. പിന്നൊരു ലിസ്റ്റുണ്ട്, ശ്രമിച്ചാലും ശ്രമിച്ചില്ലെങ്കിലും വരുന്ന ഒരു ലിസ്റ്റുണ്ട്. ഇനി വളരെ വലിയ രീതിയിൽ ശ്രമിച്ചുകൊണ്ട് വരുന്ന ഒരു ലിസ്റ്റുണ്ട്, ഒട്ടും ശ്രമിക്കാതെ വരുന്ന ലിസ്റ്റുമുണ്ട്. വലിയ ബഹളമുണ്ടാക്കാതെ. ഇപ്പം മലപ്പുറത്തെ പല മണ്ഡലങ്ങളും, കേരള കോൺഗ്രസിന്റെ കയ്യിരിക്കുന്ന മോൻസ് ജോസഫിന്റെ ഒക്കെ മണ്ഡലം അടക്കം, കടത്തുരുത്തി അടക്കമുള്ള ഇപ്പോഴത്തെ കണക്ക് വെച്ചാൽ പറയുന്നത് പല മണ്ഡലങ്ങൾ. ഇപ്പൊ തൊടുപുഴ, ജോസഫ് സാറിന്റെ മകനോ മത്സരിച്ചാൽ സ്വാഭാവികമായിട്ട് അവിടെ അവർ ജയിക്കും. അങ്ങനെ വളരെ സേഫ് ആയിട്ടുള്ള മണ്ഡലങ്ങൾ, സെമി സേഫ്, മിനി സേഫ്, അൺസേഫ്, ഇങ്ങനെയൊക്കെ പല പല കാറ്റഗറിയായി കേരളത്തെ തിരിച്ചിട്ട് വലിയ നേതാക്കൾക്ക് ചാർജ് കൊടുക്കുകയാണ്. അങ്ങനെ നേരത്തെ ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു കോഴിക്കോട് ചാർജ്, കെ മുരളീധരനായിരുന്നു അസംബ്ലി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്ത് ചാർജ്. അങ്ങനെ ഓരോ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ചാർജ് കൊടുത്തുകൊണ്ട് അവരെ ഫീൽഡിൽ ഇറക്കുകയാണ്. AK ആന്റണി ഒഴിച്ച് മിക്കവാറും എല്ലാവർക്കും ചാർജ് കാണും. ഇവർ ഫീൽഡിലേക്ക് പോയി ജനങ്ങളോടൊപ്പം ഈ കാര്യങ്ങൾ പറയും. അതിനിടയിൽ നമ്മുടെ 2 കാര്യങ്ങൾ ഇവർ ലൈവാക്കി നിർത്തും. ഒന്ന്, സ്വർണം, ശബരിമല സ്വർണം ഇനിയിപ്പോൾ സമരമൊക്കെ ചെയ്ത് ലൈവാക്കി നിർത്തും. തൊഴിലുറപ്പ് പദ്ധതിക്കെതിരെയുള്ള കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള ഒരു സമരമൊക്കെ ചെയ്തുകൊണ്ട് അത് ലൈവാക്കി നിർത്തും. പിന്നെ കേരള സർക്കാരിൻ്റെ മറ്റ് PM ശ്രീ പദ്ധതി അതുപോലുള്ള പല പരിപാടികളുണ്ടല്ലോ, ഈ പരിപാടികളെല്ലാം മുൾമുനയിൽ നിർത്തുന്ന ഒരു സമര പരിപാടി. അപ്പം പിന്നെ ഉദ്യോഗസ്ഥരെ എന്തായാലും ഇളക്കി വിടാൻ പറ്റും. അവർ റെഡിയായിരിക്കുകയാണ്. DA കിട്ടിയിട്ടില്ല, ശമ്പള വർഷമൊന്നും കിട്ടിയിട്ടില്ല, അവരെ ഇളക്കി വിടാൻ പറ്റും. പിന്നെ അംഗനവാടി, ആശാ വർക്കേഴ്സ്, ഇങ്ങനെ കുറേ പേരുണ്ടല്ലോ, പറ്റുന്ന ആളുകളെയൊക്കെ ഇളക്കി വിട്ട് വളരെ വലിയ സമര പരമ്പര നടത്തുക എന്നുള്ളതാണ് കോൺഗ്രസ് ഒരു വശത്ത് നിൽക്കുന്നത്. മറുവശത്ത് അവർ 4 ഘടകങ്ങളായി തിരിഞ്ഞ് 4 റീജിയനല്ല, ഈ ഭൂമിശാസ്ത്ര റീജിയനല്ല, 4 സെക്ടറായി തിരിച്ചിട്ട് ഇങ്ങനെ ഏറ്റവും സേഫ്, അൺസേഫ്, സെമി സേഫ്, മിനി സേഫ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സുരക്ഷിതവും അരക്ഷിതവും ഒരിക്കലും രക്ഷപ്പെടാത്തതും വിചാരിച്ചാൽ രക്ഷപ്പെടുന്നുള്ള അങ്ങനെ പല കാറ്റഗറിയിൽ കേരളത്തെ തിരിച്ചിട്ട് വലിയ പണിയാണ് കോൺഗ്രസ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്.